السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഷെയ്ഖ് റഹിമഹുള്ള ഈ കിതാബിൽ ആദ്യമായി വൻപാപങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തുകൾ ഉദ്ധരിക്കുകയും ശേഷം എന്താണ് വൻപാപങ്ങൾ മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്ന് മഹാനായ സഹാബി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട അസറുകളും ഉദ്ധരിച്ചു. അതോടൊപ്പം വൻപാപങ്ങൾ എന്നത് പൊതുവെ 7 വൻപാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതും കേൾക്കാറുള്ളതും. എന്നാൽ അത് 7ൽ ഒതുങ്ങുകയില്ല, മറിച്ച് 70നോടാണ് അതിനടുപ്പം. അതല്ലെങ്കിൽ 700ഓളം വരുന്ന വൻപാപങ്ങളുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞതായി തഫ്സീറുകളിലെ ഉദ്ധരണി അദ്ദേഹം എടുത്തുകൊടുത്തു. അതിനുശേഷം അൽ കബായിർ വൻപാപങ്ങളിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. ഒന്നാമത്തെ അധ്യായം ബാബുൻ അക്ബറുൽ കബായിർ. അക്ബറുൽ കബായിർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വൻപാപം, വൻപാപങ്ങളിൽ ഏറ്റവും വലിയ വൻപാപം എന്നാണ് അതിൻ്റെ അർത്ഥം. അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്, അൽ കബായിർ വൻപാപങ്ങൾ അഥവാ ഏറ്റവും വലിയ പാപം, വൻപാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വൻപാപം എന്ന അർത്ഥത്തിലാണ് അങ്ങനെ പ്രയോഗിക്കുക. ഏറ്റവും വലിയ വൻപാപം ഏതാണ്? അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിക്കുകയാണ്. ഫി സഹീഹൈൻ അൻ അബീ ബക്രത റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم ألا أنبئكم بأكبر الكبائر قلنا يا رسول الله قلنا بلى يا رسول الله قال الإشراك بالله وعقوق الوالدين وكان متكئا فجلس فقال ألا وقول الزور ألا وشهادة الزور فما زال يكررها حتى قلنا ليته سكت. ഇമാം അൽ ബുഖാരി റഹിമഹുള്ളയും ഇമാം മുസ്ലിം റഹിമഹുള്ളയും അവരുടെ സഹീഹകളിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണിത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായ സഹാബി അബൂബക്ര റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുകയുണ്ടായി, അലാ ഉനബ്ബിഉക്കും ബി അക്ബറിൽ കബായിർ, അല്ലയോ സഹാബികളെ, വൻപാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വൻപാപത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഖുൽന, സഹാബികൾ പറയുകയാണ്, ഞങ്ങൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് നമുക്ക് പറഞ്ഞു തന്നാലും അറിയിച്ചു തന്നാലും. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇഷ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ്. വകാന മുത്തകിഅൻ ഫജലസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാർന്ന് ഇരുന്നു കൊണ്ടായിരുന്നു. എന്നിട്ട് അവിടുന്ന് ഫഖാല, വീണ്ടും പറഞ്ഞു, അലാ വഖൗലു സൂർ അലാ വശഹാദത്തു സൂർ, അറിയുക, വ്യാജവാർത്തകൾ, വ്യാജസാക്ഷ്യം എന്ന് പറഞ്ഞാൽ അതും വൻപാപങ്ങളിൽ പെട്ടതാണ് എന്നവിടുന്ന് ഉണർത്തുകയാണ്. സഹാബികൾ പറയുകയാണ്, ഫമാ സാല യുകർറിറുഹ
ഹത്താ ഖുൽനാ ലൈതഹു സകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചാർന്ന് ഇരുന്നുകൊണ്ട് ഇതിങ്ങനെ ആവർത്തിച്ചു പറയുകയാണ്, എത്രത്തോളം അവിടുത്തോടുള്ള അനുകമ്പ കാരണത്താൽ നമ്മൾ വിചാരിച്ചു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർത്തിയിരുന്നെങ്കിൽ. അവിടുന്ന് ഇങ്ങനെ ആവർത്തിച്ചതിങ്ങനെ പറയുകയാണ്, അവിടുത്തെ പ്രയാസം കണ്ടിട്ട്, അവിടുന്ന് ഇങ്ങനെ ഗൗരവത്തോടെ ഇത് പറയുന്നത് കണ്ടിട്ട് അവിടുത്തേക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടായേക്കുമോ എന്ന് ഭയന്നുകൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ എന്ന് വരെ സഹാബത്ത് വിചാരിച്ചു പോയി എന്നാണ്. സഹോദരങ്ങളെ, ഈ തലക്കെട്ടിൽ തന്നെ വ്യക്തമാണ്, തിന്മകൾ, പാപങ്ങൾ, വൻപാപങ്ങൾ എന്നത് എല്ലാം ഒരേ പദവിയിൽ അല്ല. മറിച്ച് ചില തിന്മകൾ, ചില വൻപാപങ്ങൾ, ചില തെറ്റുകൾ മറ്റു ചിലതിനേക്കാൾ ഗുരുതരമാണ്, ഗൗരവമാണ്. എല്ലാം ഒരേപോലെയല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉനബ്ബിഉകും ബിഅക്ബറിൽ കബായിർ എന്ന് ചോദിച്ചത്. വൻപാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? കാരണം ഇതാണ്, വൻപാപങ്ങൾ എന്നത് പൊതുവേ ഗൗരവമാണ്. പൊതുവേ വൻപാപങ്ങൾ വലിയ അപകടമാണ്. എന്നാൽ അതിൽ തന്നെ ഏറ്റവും വലിയ വൻപാപം എന്നത് വളരെ വലിയ ഗുരുതരമായ അപകടമാണ്. എല്ലാം ഒരേ പദവികളിൽ ഉള്ളതല്ല എന്നതിന് ഈ ഹദീസ് തെളിവാണ്. എല്ലാ തിന്മകളും ഒരുപോലെയല്ല. ഉദാഹരണത്തിന് അസ്സിന, വ്യഭിചാരം എന്നത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. ഗുരുതരമായ വലിയ തിന്മയാണ് വ്യഭിചാരം എന്നുള്ളത്. എന്നാൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അതിന് ഗൗരവം കൂടും. ഉദാഹരണത്തിന് അള്ളാഹു പവിത്രമാക്കിയ ഒരു മാസത്തിലാണ് ഒരാൾ ഈ തിന്മ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സാധാരണ ചെയ്യുന്നത് പോലെയല്ല, ഗുരുതരമാണ്. അതല്ലെങ്കിൽ പവിത്രമായ നാട്ടിൽ വെച്ച്, ഹറമ് പോലെയുള്ള അള്ളാഹു പവിത്രത നൽകിയ നാടുകളിലോ അതല്ലെങ്കിൽ മസ്ജിദ് പോലെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ ആണെങ്കിൽ അതിന് കൂടുതൽ ഗൗരവം വരും. ഇനി മഹ്റമായ വിവാഹബന്ധം ഹറാമാക്കപ്പെട്ട ആളുകളുമായിട്ടാണെങ്കിൽ അള്ളാഹു ഇത്തരം മ്ലേച്ഛതകളിൽ നിന്ന് എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉദാഹരണം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇത് വിശദീകരിച്ച് പറയുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ അയൽവാസിയുടെ ഹലീലത്തിനെ അഥവാ അയൽവാസിയുടെ ഭാര്യ, ഉമ്മ, മകൾ അങ്ങനെയുള്ള ആരെങ്കിലുമാണെങ്കിൽ കൂടുതൽ ഗൗരവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, അയ്യുദ്ദംബി അഅ്ളമു ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഗുരുതരമായ പാപം ഏതാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ നീ അവനിൽ സമന്മാരെ നിശ്ചയിക്കലാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖുൽതു ലഹു, അവിടുത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ തിരിച്ചു പറഞ്ഞു, ഇന്ന ദാലിക ലഅദീം, അല്ലാഹുവിൻ്റെ റസൂലേ, അത് ഗുരുതരമായ അപകടം തന്നെ. ഖാല, അദ്ദേഹം പറയുകയാണ്, ഖുൽതു, ഞാൻ വീണ്ടും ചോദിച്ചു, സുമ്മ ഐ, വീണ്ടും ഞാൻ ചോദിച്ചു, സുമ്മ അയ്യുൻ, പിന്നെ ഏതാണ് നബിയെ? ഖാല, അവിടുന്ന് പറഞ്ഞു, സുമ്മ അൻ തഖ്തുല വലദക മഖാഫത അൻ യതഅമ മഅക്, നിന്നോടൊപ്പം ഭക്ഷണം കഴിക്കും എന്നത് കാരണത്താൽ അഥവാ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിന്റെ മകനെ, മകളെ നീ കൊന്നുകളയലാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ വീണ്ടും ചോദിച്ചു, സുമ്മ ഐ, അല്ലാഹുവിൻ്റെ റസൂലേ, പിന്നെ ഏതാണ് ഗുരുതരമായ പാപം? ഖാല, അവിടുന്ന് പറഞ്ഞു, സുമ്മ അൻ തുസാനിയ ഹലീലത ജാരിക്, നിന്റെ അയൽവാസിയുടെ ഹലീലത്ത് അഥവാ ഉമ്മ, പെങ്ങൾ, സഹോദരി, ഭാര്യ, മകൾ ഒക്കെ ഇതിൽപ്പെടും. അവരുമായി നീ വ്യഭിചാരത്തിൽ ഏർപ്പെടലാണ്. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ ഒരു തിന്മ അത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത വ്യക്തികളിലേക്ക് വരുമ്പോൾ അതിൻ്റെ അപകടം ഇരട്ടിക്കുകയാണ്. എന്നതുപോലെ തിന്മകളെല്ലാം ഒരേ പദവികളിലല്ല, മറിച്ച് അതിൽ തന്നെ വലുതും ചെറുതുമുണ്ട്. വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ പാപങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ തന്നെ അക്ബർ ആവുക എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ, എന്തായിരിക്കും ആ പാപത്തിൻ്റെ അപകടം അള്ളാഹുവിൻ്റെ അടുക്കൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ,
പണ്ഡിതന്മാർ പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ വളരെ അനിവാര്യമാണ്. തിന്മകൾ, പാപങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ അശ്രദ്ധയിലായി പോവാതിരിക്കാൻ, പതിയെ അതിൽ തെന്നി വീഴാതിരിക്കാൻ അതിനെക്കുറിച്ച് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടും പഠിച്ചുകൊണ്ടിരിക്കണം. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ ജനങ്ങളെല്ലാം നന്മകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമായിരുന്നു, എന്നാൽ ഞാൻ തിന്മകളെക്കുറിച്ച്, ഫിത്നകളെക്കുറിച്ചായിരുന്നു ചോദിച്ചറിഞ്ഞിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ അതിൽ വീണു പോവാതിരിക്കാൻ വേണ്ടി, ഞാൻ അതിൽ പെട്ടുപോവാതിരിക്കുവാൻ വേണ്ടി. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, പഠിപ്പിച്ചു തരട്ടെ. അതിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ പഠിക്കണം, അത് പഠിപ്പിക്കണം എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം സഹോദരങ്ങളെ, പ്രത്യേകിച്ച് തൗഹീദുള്ള ആളുകൾ, നമ്മൾ ഓരോരുത്തരും, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പാലിക്കുന്നു, ശിർക്കോ ബിദ്അത്തോ ചെയ്യാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു, അൽഹംദുലില്ലാഹ്. എന്നാൽ പിശാച് ഒരിക്കലും നമ്മെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് അതല്ലാത്ത പാപങ്ങളിൽ നമ്മെ തളച്ചിടാൻ, അതിലേക്ക് പതിയെ തള്ളിവിടാൻ പിന്നാലെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. പാപങ്ങൾ എന്നത് നമ്മെ നശിപ്പിച്ചു കളയും. പാപങ്ങൾ എന്നത് നമ്മെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഓരോ വൻപാപങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയാൽ കൂടുതൽ അത് ബോധ്യപ്പെടും. പലതും സഹോദരങ്ങളെ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. നമ്മൾ പോലും അറിയാതെയാണ് പല തിന്മകളും നമ്മിലേക്ക് കടന്നു വരിക. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. കാരണം സഹോദരങ്ങളെ, തിന്മകൾ എന്നത് അത് നമ്മെ നശിപ്പിക്കും. എങ്ങനെ? പിശാച് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനെ ധിക്കരിക്കുക, അതിലൂടെ കുഫറിലേക്ക് എത്തുക എന്നുള്ളതാണ്. മുന്നേ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യനിൽ നിന്നും ആത്യന്തികമായി പിശാച് ആഗ്രഹിക്കുന്നത് അവൻ കേവലം ഹറാമുകൾ ചെയ്ത് അങ്ങനെ കൂടുക എന്നുള്ളതല്ല. മറിച്ച് ആത്യന്തികമായി ഓരോ മനുഷ്യനിൽ നിന്നും പിശാച് ആഗ്രഹിക്കുന്നത് അവൻ അള്ളാഹുവിനെ നിഷേധിക്കണമെന്നുള്ളതാണ്. അഥവാ പിശാച് റബ്ബിനെ നിഷേധിച്ച് സ്വർഗത്തിൽ നിന്നും പുറത്തായതുപോലെ, അള്ളാഹുവിൻ്റെ ശാപകോപത്തിന് വിധേയനായതുപോലെ അള്ളാഹുവിനോടവൻ വെല്ലുവിളി നടത്തിയിട്ടാണ് പുറത്തേക്കിറങ്ങിയത്. നിന്റെ ഓരോ അടിമകളുടെയും സിറാത്തുൽ മുസ്തഖീമിൽ, അഥവാ നീ പറയുന്ന, നീ പഠിപ്പിച്ച നേരായ മാർഗത്തിന് കുറുകെ ഞാനുണ്ടാകും. അവരുടെ മുൻഭാഗത്തുകൂടിയും പിന്നിലൂടെയും വലതുഭാഗത്തുകൂടിയും ഇടതുഭാഗത്തുകൂടിയും ഒക്കെ ഞാനുണ്ടാകും. അവരിൽ അധിക പേരെയും നിനക്ക് നന്ദിയുള്ളവരായി കാണാൻ സാധിക്കുകയില്ല എന്നുവരെ പിശാച് റബ്ബിനോട് വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ തിന്മകൾ ചെയ്തുകൊണ്ട് പിശാചിന്റെ പെരടിയിലിടാൻ പറ്റൂല. കാരണം എന്താ? മറ്റു ചില ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. തീർച്ചയായും പിശാച് നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാൻ, അതുകൊണ്ട് അവനെ നിങ്ങൾ ശത്രുവായി സ്വീകരിക്കുക. അതുകൊണ്ട് തിന്മകളിലേക്കുള്ള പ്രേരണകൾ വരുമ്പോൾ, പ്രത്യേകിച്ച് സഹോദരങ്ങളെ, ഒരുപാട് തിന്മകളിലൂടെ ജീവിതം മുന്നോട്ട് പോയി കടന്നു വന്ന് എന്നിട്ട് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ അത് ഉപേക്ഷിക്കാൻ സാധിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ പിന്നീട് അത് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇക്കിളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നമുക്ക് മാനസികമായി അതിനോട് ഇഷ്ടം തോന്നുന്നുവെങ്കിൽ, നമുക്ക് ഗൗരവം തോന്നുന്നില്ല എങ്കിൽ നമ്മൾ ഭയപ്പെടണം. കാരണം അതിലേക്ക് ഒരു തിരിച്ചുപോക്ക് വളരെ സമീപത്താണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു, എത്രയെത്ര സംഭവങ്ങൾ സഹോദരങ്ങളെ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ, നിസ്കരിച്ചവർ, ഒരുമിച്ചുണ്ടായിരുന്നവർ തിന്മകളിലേക്ക് അധപ്പതിക്കുന്നു. എന്തുകൊണ്ട്? നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. എപ്പോഴും അള്ളാഹുവിനോട് നമ്മൾ കാവലിനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. തിന്മകളുടെ ലാഞ്ചന വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് രഹസ്യ ജീവിതം നന്നാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ആളുകൾ ഉണ്ടാവുമ്പോൾ നന്നാവാൻ എനിക്കും നിങ്ങൾക്കും വലിയ പ്രയാസം ഉണ്ടാവുകയില്ല. എന്നാൽ നമ്മൾ ഒറ്റക്കായാൽ, നമ്മൾ ഒറ്റപ്പെട്ടാൽ, ആരോരും കാണുന്നില്ല, റബ്ബ് മാത്രമുള്ള സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമുക്ക് സാധിച്ചാൽ സഹോദരങ്ങളെ, അതാണ് വിജയം.
അത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം നമുക്ക് നൽകും. നമ്മെ അള്ളാഹു തആല സംരക്ഷിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം കിട്ടാനത് കാരണമാണ്. ഒരാളും കാണുന്നില്ല, റബ്ബ് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കണം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം അതാണ് നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചില്ലേ, അദ്ദേഹം നാട്ടിലല്ല, അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ ആരുമില്ല. അദ്ദേഹത്തെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുന്നത് ആ നാട്ടിലെ നല്ല പ്രതാപമുള്ള സമ്പന്നയായ നല്ല സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ്. സാഹചര്യം അനുകൂലമാണ്, ഒരാളും കാണാനില്ല. അവരുടെ ബംഗ്ലാവിലാണ്, ആരോരുമില്ല. അപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അദ്ദേഹം സൂക്ഷിച്ചു. ഖാല മആദല്ലാഹ്, അദ്ദേഹം പറഞ്ഞ വാക്ക് അള്ളാഹുവിൽ അഭയം എന്നാണ്. അള്ളാഹുവിൽ അഭയം എന്നാണ്. സഹോദരങ്ങളെ, അത് പറയാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ഇത്തരം സന്ദർഭങ്ങൾ വളരെ നമ്മുടെ വിരൽത്തുമ്പിലാണ്. ഇന്ന് ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ, ഞാനും എൻ്റെ അക്കൗണ്ടും എൻ്റെ ചാറ്റ് ലിസ്റ്റിലുള്ള ആളുകളുമാണ്. ആരൊക്കെയാണ്, ആരാണ്, എന്താണ് ഒന്നും ഒരാൾക്കും കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വ്യഭിചാരമെന്ന് പറഞ്ഞാൽ കേവലം ലൈംഗിക ബന്ധം മാത്രമല്ല, അതിലേക്കുള്ള മാർഗവും നമ്മൾ ശ്രദ്ധിക്കണം. കണ്ണുകൾ കൊണ്ട്, നാവുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട് ഒക്കെ വ്യഭിചാരമുണ്ടാകും. സഹോദരങ്ങളെ, തിന്മകളിലേക്ക് അതപ്പതിച്ചു പോവാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞ എന്താണ്? റബ്ബേ റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി. അള്ളാഹുവേ, അവർ എന്നെ ക്ഷണിക്കുന്ന ആ മ്ലേച്ഛതകളെക്കാൾ, ആ വൃത്തികേടിനേക്കാൾ എനിക്കേറ്റവും ഇഷ്ടം, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് റബ്ബേ ജയിലാണ്. എന്നിട്ട് അദ്ദേഹം ജയിൽ സ്വീകരിക്കുകയാണ്, അദ്ദേഹം തടവറ സ്വീകരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ കാലത്ത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. തിന്മകൾ അത് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അങ്ങേറ്റം ഭയപ്പെടണം. അതിൻ്റെ ലാഞ്ചന വരുന്നുണ്ടോ നമ്മൾ പേടിക്കണം. പല ആളുകളും ചില തെറ്റുകളെക്കുറിച്ച് പറയുമ്പോൾ വലിയ അപവാദം നമുക്കെതിരെ ഉന്നയിച്ചേക്കാം. പിന്തിരിപ്പനാണ്, ഈ കാലത്ത് ജീവിക്കാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ കണ്ണോർന്ന് നടക്കാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് അവിടെ പോകാൻ പറ്റുമോ, ഇവിടെ പോകാൻ പറ്റുമോ. സഹോദരങ്ങളെ, ആരും എന്തും പറയട്ടെ, നമ്മളാണ് നമ്മെ ശ്രദ്ധിക്കേണ്ടത്. നമുക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ തിക്തഫലം നിശ്ചയിച്ചിട്ടുള്ളത്. ഒരാളും നമ്മുടെ ഖബറുകളിലേക്ക് വരികയില്ല, ഒരാളും നമ്മുടെ പാപഭാരം ഏറ്റെടുക്കുകയില്ല. തിന്മകളെ നിസാരവൽക്കരിച്ചുകൊണ്ട് അതിലേക്ക് തള്ളിവിടുമ്പോൾ അതിൻ്റെ തിക്തഫലം ഏറ്റുവാങ്ങേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹു ഹറാമാക്കിയ തിന്മകളാണ് എന്ന് പറഞ്ഞ, പാപങ്ങളാണ് എന്ന് പറഞ്ഞ ഏത് കാര്യവും അതിൽ നിന്ന് ജാഗ്രത കൈക്കൊള്ളാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. വളങ്ങേറ്റം ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരങ്ങളെ. ആവർത്തിച്ച് ഉണർത്തട്ടെ, നമ്മെ പിഴപ്പിക്കാൻ തിന്മകൾ, ഹറാമുകളാണ് കൂടുതലും പിശാച് കെണിയായി ഒരുക്കുക എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം. അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയാണ്. ആ തിന്മകളെക്കുറിച്ച് കേൾക്കുന്നത് മാറി നിൽക്കാൻ വേണ്ടിയാണ്. അത് കേട്ട് നമ്മുടെ മനസ്സിന് ഇളക്കം തോന്നാനോ ഇക്കിളിപ്പെടാനോ അല്ല, മറിച്ച് നമ്മൾ ഭയപ്പെടാൻ വേണ്ടിയാണ്. നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് വൻപാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വൻപാപത്തെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ? സഹാബികൾ പറഞ്ഞതെന്താണ്? കുറച്ച് കഴിയട്ടെ, നമുക്ക് തിരക്കാണ് എന്നാണോ സഹോദരങ്ങളെ? ഒരിക്കലുമല്ല. നമ്മൾ ഓരോരുത്തരും ഇന്ന് നമ്മൾ തിരക്കിലാണ്, നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനോ പഠിക്കാനോ നമ്മുടെ കുടുംബത്തെ കേൾപ്പിക്കാനോ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനോ നമ്മിൽ പലർക്കും സമയമില്ല. ആ ഓട്ടം അള്ളാഹു പറഞ്ഞതുപോലെ ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബർ സന്ദർശിക്കുന്നത് വരെ മാത്രമേ ഓടുകയുള്ളൂ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ. നോക്കൂ, സഹാബത്തിന്റെ മറുപടി എന്താണ്? ബലാ യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ പറഞ്ഞു തന്നാലും. അവർ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താ? അത്രയും ഗൗരവപ്പെട്ട കാര്യമാണ് ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പോകുന്നത് എന്നവർക്കറിയാം. അലാ എന്ന വാക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ്.
അലാ നിങ്ങൾ അറിയണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. സഹാബത്ത് അവരങ്ങേയറ്റം നന്മകൾ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കാര്യം ചോദിച്ചാലും സഹാബികളിൽ ആരും അവരുടെ തിരക്കുകൾ പറയാറില്ല. മറിച്ച് ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തന്നാലും അള്ളാഹുവിൻ്റെ റസൂലേ, അവർ കാതോർത്തിരിക്കുകയാണ് അവരുടെ സ്വന്തം ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ, അതുപോലെ അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ. സഹാബികൾ പറയുന്നു, ബലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് അറിയിച്ചു തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, ഒന്നാമത്തേത് അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. ഇതാണ് സഹോദരങ്ങളെ പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപം. ശിർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇജ്തനിബു സബ്അൽ മൂബിഖാത്ത് എന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞതാ അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. നശിപ്പിച്ചു കളയുന്ന 7 വൻപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക. അവിടുന്ന് ഒന്നാമതായി എണ്ണിയത് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന കാര്യമാണ്. ഏറ്റവും വലിയ പാപം അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, അശ്ശിർക്കു ബില്ലാഹ്. ഇതാണ് ഏറ്റവും വലിയ പാപം, പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപം. എന്താണ് സഹോദരങ്ങളെ ശിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ? അൽ ഇശ്റാഖു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അശ്ശിർക്കു എന്ന് പറഞ്ഞാൽ ഹുവ തസ്വിയ. പണ്ഡിതന്മാർ പറഞ്ഞു ഹുവ തസ്വിയ, സമന്മാരെ, അള്ളാഹു അല്ലാത്ത ആളുകളെ അള്ളാഹുവിൽ സമന്മാരാക്കലാണ്. അഥവാ അള്ളാഹുവിൻ്റെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം പ്രത്യേകമാക്കപ്പെട്ട ചില കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകുക. 2 കാര്യങ്ങൾ അവിടെ പ്രത്യേകം പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞു. ഒന്ന് അള്ളാഹുവിൻ്റെ ഹുഖൂക്കുകളാണ്, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത്. അഥവാ ഇബാദത്തുകൾ. ഇബാദത്ത് എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ ബാധ്യതയാക്കിയ കാര്യമാണ്. നമുക്ക് അള്ളാഹുവിനോടുള്ള നിർബന്ധ ബാധ്യതയാണ്. നാം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. സൂറത്തു ദാരിയാത്തിൽ അള്ളാഹു പറഞ്ഞു, ജിന്നുവർഗങ്ങളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കലാണ് അള്ളാഹുവിൽ പങ്കുചേർക്കൽ, ശിർക്ക് ചെയ്യൽ. അഥവാ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ഒരാൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അള്ളാഹുവിനോട് ചോദിക്കേണ്ടതായ എന്തൊക്കെ തേട്ടങ്ങളുണ്ടോ, ചോദ്യങ്ങളുണ്ടോ, അതൊക്കെ അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകമായ ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് അള്ളാഹുവാണ് റബ്ബ് എന്ന കാര്യം, അള്ളാഹുവാണ് സ്രഷ്ടാവ് എന്ന കാര്യം, അള്ളാഹുവാണ് നിയന്താവ് എന്ന കാര്യം, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ, ഇതിലെല്ലാം മറ്റു വല്ലവരെയും പങ്കുചേർക്കലാണ് അള്ളാഹുവിൽ പങ്കുചേർക്കൽ എന്ന് പറഞ്ഞാൽ. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ പല സ്ഥലങ്ങളിലും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, ഫലാ തജ്അലു ലില്ലാഹി അൻദാദൻ, നിങ്ങൾ അള്ളാഹുവിന് നിദ്ദുകളെ നിശ്ചയിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും നേരത്തെ നമ്മൾ വായിച്ചു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ നീ അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കലാണ്. അപ്പം ഇങ്ങനെ നിദ്ദുകളെ നിശ്ചയിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നിദ്ദ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനെ പോലെ കാണുക. അഥവാ അള്ളാഹുവിന് അവകാശപ്പെട്ട ഇബാദത്തുകളും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുക. അതാരുമാവട്ടെ, അത് അള്ളാഹുവിൻ്റെ മലക്കുകളാവട്ടെ, പ്രവാചകന്മാരാവട്ടെ, ഔലിയാക്കന്മാരാവട്ടെ, ഒരാൾക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ പാടില്ല. ഒരാളോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരാളോടും അള്ളാഹുവിനോട് ചോദിക്കേണ്ട സഹായാർത്ഥന തേടാൻ പാടില്ല. ഒരാളുടെ മേലും ഭരമേൽപ്പിക്കാൻ പാടില്ല. ഒരാളുടെ പേരിലും നേർച്ച സമർപ്പിക്കാൻ പാടില്ല. ഒരാളുടെ പേരിലും
ബലിയറുക്കാൻ പാടില്ല. ഒക്കെ ഇബാദത്തിന്റെ ഇനങ്ങളാണ്. അതെല്ലാം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് ചുരുക്കം. നരകത്തിൽ വീണ് വെന്തെരിയുന്ന ചില ആളുകൾ പറയുന്ന വാക്കുകൾ അള്ളാഹു സൂറത്തു ശുഅറാഇന്റെ 97, 98 ആയത്തുകളിൽ പറഞ്ഞതായി കാണാം. അവർ പറഞ്ഞു, തല്ലാഹി ഇൻ കുന്ന ലഫീ ളലാലിൻ മുബീൻ. അള്ളാഹുവാണ്, തീർച്ചയായും നാം ദുനിയാവിൽ വ്യക്തമായ വഴികേടിലായിരുന്നു. എന്താണ് ആ വഴികേട്? ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിൽ നിങ്ങൾ സമന്മാരെ നിശ്ചയിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ പോലെ അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ മറ്റു വല്ലവർക്കും നൽകിയിരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറയേണ്ട വാക്കുകൾ, അവൻ്റെ വിശേഷണങ്ങൾ, അവൻ്റെ നാമങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയിരിക്കുന്നു. അതുപോലെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഇലാഹുകളെ നിശ്ചയിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത ഇലാഹുകൾ, ലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ. അള്ളാഹുവിന് പുറമേ നിങ്ങൾ മറ്റു ഇലാഹുകളെ സ്വീകരിക്കരുത്. ഇലാഹുകൾ എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. ആരാധനകൾ ആർക്ക് സമർപ്പിച്ചോ അവർ ഇലാഹുകളായി മാറും. നമ്മൾ അവരെ ഇലാഹാക്കേണ്ടതില്ല, അവർ ഇലാഹുകളാവും. കാരണം അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അള്ളാഹുവിന് കൊടുക്കേണ്ടതായ ഇബാദത്തുകൾ സമർപ്പിച്ചാൽ അവർ ഇലാഹുകളായി മാറുന്നതാണ്. അതുകൊണ്ടാണ് ഹുനൈനിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ചില സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദാത്തു അൻവാത്ത് എന്ന മുശ്രിക്കുകൾ വാളുകൾ തൂക്കിയിടുന്ന ഒരു മരം കാണിച്ചിട്ട് ഇജഅൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാത്തു അൻവാത്ത് എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലെ, അവർക്ക് ദാത്തു അൻവാത്തുള്ളതുപോലെ, അഥവാ ആയുധങ്ങൾ തൂക്കിയിടാനും ഭജനമിരിക്കാനും അവിടെ ചുറ്റിപ്പറ്റി കറങ്ങി നടക്കാനും ഉള്ള മരം അവർക്കുള്ളതുപോലെ നമുക്കും ഒന്ന് നിശ്ചയിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അവരോട് പറഞ്ഞത്? അവിടുന്ന് ഞെട്ടിത്തെറിച്ചു, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ എന്നാണ് ഹദീസിൽ കാണുന്നത്. അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തി. അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇത് കമാ ഖാല ഖൗമു മൂസ ലിമൂസ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിൻ്റെ സമൂഹം ചോദിച്ച ചോദ്യം പോലെയാണിത്. എന്താണ് അവർ ചോദിച്ചത്? ഇജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. മൂസ, അവർക്ക് ഇലാഹുകൾ ഉള്ളതുപോലെ നമുക്കും താങ്കൾ ഒരു ഇലാഹിനെ നിശ്ചയിച്ച് നൽകണം. ഇതേ ചോദ്യമാണെന്ത് ഒരു മരം ചോദിച്ചപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു വസ്തുവിൽ അള്ളാഹു നിശ്ചയിക്കാത്ത ബറക്കത്തോ അതുപോലെയുള്ള കാര്യങ്ങളോ നിശ്ചയിച്ചാൽ അതിനെ ഇലാഹാക്കലാണ്, ആ വസ്തുവിനെ ഇലാഹാക്കലാണ്. കാരണം ആ മരത്തിൽ നിന്ന് ബറക്കത്ത് പ്രതീക്ഷിക്കുന്നു. അതിൽ തൂക്കിയിട്ടാൽ എന്നിട്ട് യുദ്ധം ചെയ്താൽ അതിൽ വിജയം നേടാമെന്നും അതിനെന്തോ ദിവ്യശക്തിയുണ്ട് എന്നും അവർ വിചാരിക്കുകയാണ്. അതുപോലെ നമുക്കും വേണമെന്ന് പറഞ്ഞാൽ അവർ ഇലാഹായി കണ്ടതിനെ ആണ് ഇപ്പോൾ ചോദിച്ചത്. അപ്പം അതിനെ ഇലാഹാക്കലാണ്. ഇതുപോലെയാണ് സഹോദരങ്ങളെ, ഏത് ആരാധനകളുടെ ഇനങ്ങളും മറ്റു വല്ലവർക്കും നൽകിയാൽ അത് അവരെ ഇലാഹാക്കലാണ്. അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുവിന് മാത്രം നൽകേണ്ട അവകാശങ്ങൾ നൽകിയാൽ അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അതുപോലെ അള്ളാഹു പറഞ്ഞു, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ല. യഹൂദ നസാറകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന് പുറമെ അവർ അവരുടെ പണ്ഡിത പുരോഹിതന്മാരെ റബ്ബുകളാക്കി. എന്താണ് റബ്ബുകളാക്കാന്ന് പറഞ്ഞാൽ? അവർ സൃഷ്ടിക്കുന്നു, നിയന്ത്രിക്കുന്നു, അധികാരപ്പെടുത്തുന്നു എന്നൊന്നുമല്ല പറഞ്ഞത്. പിന്നെയോ ആ ആയത്തിന്റെ തഫ്സീറുകളിൽ ചില സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിൻ്റെ റസൂലെ, അവർ മുമ്പ് നസാറാക്കളായിരുന്നപ്പോൾ ഉള്ള അനുഭവം പറയുകയാണ്, ഞങ്ങൾ അവരെ റബ്ബുകളാക്കി കാണുന്നില്ലല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അവർ അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുകയും അള്ളാഹു ഹറാമാക്കിയതിനെ അവർ ഹലാലാക്കുകയും ചെയ്യാറില്ലേ? അങ്ങനെ ചെയ്താൽ അവരെ നിങ്ങൾ അനുസരിക്കാറില്ലേ? അഥവാ യഹൂദ നസാറാക്കളിലെ പണ്ഡിത പുരോഹിതന്മാർ അവർക്ക് തോന്നിയതുപോലെ ദീനിനെ മാറ്റിമറിക്കുമ്പോൾ നിങ്ങൾ അവരെ അനുസരിക്കാറില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേ, അനുസരിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിൽക ഇബാദത്തുഹും, അത് അവർക്കുള്ള ഇബാദത്താണ്. അഥവാ അള്ളാഹുവിന് പുറമേ ഉള്ള ഇതുപോലെയുള്ള ആളുകൾ പടച്ചുണ്ടാക്കുന്ന റബ്ബിന്റെ നിയമ
നിർദ്ദേശങ്ങൾ മാറ്റിമറിക്കുമ്പോൾ അതിനെ അനുസരിച്ച് അവരെ വഴിപ്പെട്ടാൽ അത് അള്ളാഹുവിന് കൊടുക്കേണ്ട അനുസരണം ഈ ആളുകൾക്ക് കൊടുത്തതുപോലെയാണ്. ഇങ്ങനെ നിദ്ദുകൾ, ഇലാഹുകൾ, റബ്ബുകൾ എന്നെല്ലാം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്ന രൂപങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും വലിയ വൻപാപമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അൽ ഇഷ്റാഖു ബില്ലാ. ഒന്നാമത്തെ കാര്യം അതാണ്. എല്ലാ തിന്മകളെക്കാളും ഏറ്റവും വലിയ തിന്മ അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രാ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ 22 മുതലുള്ള ആയത്തുകൾ നമ്മൾ നോക്കുമ്പോൾ അള്ളാഹു ആദ്യമായി തുടങ്ങുന്നത് ലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ മറ്റു ഇലാഹുകളെ നിശ്ചയിക്കരുത്. ഫതഖഉദ മദ്മൂമൻ മഖ്ദൂല, നിങ്ങൾ അങ്ങനെ അള്ളാഹു അല്ലാത്ത ഇലാഹുകളെ നിശ്ചയിച്ചാൽ, ഇലാഹുകളെ സ്വീകരിച്ചാൽ നിന്ദ്യരായിക്കൊണ്ടും കൈയൊഴിക്കപ്പെട്ടവരായിക്കൊണ്ടും നരകത്തിൽ പതിക്കും എന്നു പറഞ്ഞ അള്ളാഹു വേറെ ഒരുപാട് തിന്മകൾ അവിടെ എടുത്തു പറഞ്ഞു. വലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത് എന്ന് പറഞ്ഞു. വലാ തഖ്റബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത് എന്ന് പറഞ്ഞു. വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹു ഹറാമാക്കി അഥവാ പവിത്രത നൽകിയ ഒരു നഫ്സിനെയും കൊന്നുകളയരുത് ഹക്കിനു വേണ്ടിയല്ലാതെ, അഥവാ കൊലക്ക് പ്രതിക്രിയ എന്ന നിലക്ക് പകരത്തിന് പകരം അങ്ങനെ ഭരണാധികാരികൾ ചെയ്യുക എന്നതല്ലാതെ ഒരു നഫ്സിനെയും കൊന്നുകളയരുത് എന്ന് പറഞ്ഞു. വലാ തഖ്റബു മാലൽ യതീമി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, യതീമിന്റെ സമ്പത്തിനോട് ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ നിങ്ങൾ സമീപിക്കരുത് എന്ന് പറഞ്ഞു. അതുപോലെ വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, അറിവില്ലാത്തതിന്റെ പിന്നാലെ നിങ്ങൾ കൂടരുത് എന്ന് പറഞ്ഞു. വലാ തംശി ഫിൽ അർളി മറഹ, ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടി നടക്കരുത് എന്നും പറഞ്ഞു. ഒരുപാട് തിന്മകൾ പറഞ്ഞു. തുടങ്ങിയത് എന്തിൽ നിന്നാ? അള്ളാഹു അല്ലാത്തവരെ ഇലാഹുകളാക്കരുത്. ശിർക്ക് കൊണ്ടാണ് അള്ളാഹു തുടങ്ങിയത്. എന്നിട്ട് ആ ആയത്ത്, ആ ഭാഗം അള്ളാഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? 38, 39 ആയത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ കാണാം, കുല്ലു ദാലിക കാന സയ്യിഉഹു ഇൻദ റബ്ബിക മക്റൂഹ, മേലെ പറഞ്ഞ എല്ലാ തിന്മകളും നിന്റെ റബ്ബിന്റെ അടുക്കൽ മോശമായ തിന്മകളാണ്, പാപങ്ങളാണ്, അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്. ദാലിക മിമ്മാ ഔഹാ ഇലൈക റബ്ബുക മിനൽ ഹിക്മ, അള്ളാഹുവിന്റെ യുക്തിപൂർണമായ അവന്റെ അടുക്കൽ നിന്നുള്ള വഹിയാണ് താങ്കൾക്ക് നാം അറിയിച്ചു നൽകുന്നത് എന്നല്ലാഹു പറഞ്ഞു. എന്നിട്ട് ആ ഭാഗം അവസാനിപ്പിക്കുന്നു, വലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഇലാഹുകളായി സ്വീകരിക്കരുത്. ഫതുൽഖാ ഫീ ജഹന്നമ മലൂമൻ മദ്ഹൂറ, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ ആക്ഷേപിക്കപ്പെട്ടവനായിക്കൊണ്ടും നിന്ദ്യനായിക്കൊണ്ടും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. സഹോദരങ്ങളെ നോക്കൂ, 22 മുതലുള്ള ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് തിന്മകളെയാണ് എണ്ണിപ്പറഞ്ഞത്. അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ പാപങ്ങളാണ്, അള്ളാഹുവിന് വെറുപ്പുള്ളതാണ്, അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. അത് തുടങ്ങുന്നതും അത് അവസാനിപ്പിക്കുന്നതും ഒരേ കാര്യം കൊണ്ടാണ്. ഏതാണ് ആ കാര്യം? അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കരുത്, അള്ളാഹു അല്ലാത്ത ആളുകളെ ഇലാഹുകളായി നിശ്ചയിക്കരുത്, നിങ്ങൾ ഷിർക്ക് ചെയ്യരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞു, ഇജ്തനിബു സബ്അൽ മുബിഖാത്ത്, 7 നശിപ്പിച്ചു കളയുന്ന വൻപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക. ഒന്നാമത്തേത് അശ്ശിർക്കു ബില്ലാഹ്. അതുപോലെ അള്ളാഹു സൂറത്തുൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ നല്ലവരായ അടിമകളുടെ വിശേഷണങ്ങൾ പറയുമ്പോൾ അവരുടെ വിശേഷണമായി എടുത്തു പറഞ്ഞു, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. അള്ളാഹുവിൻ്റെ നല്ലവരായ അടിമകൾ, റഹ്മാനായ റബ്ബിന്റെ അടിമകൾ അല്ലാഹുവല്ലാത്ത മറ്റൊരു ഇലാഹിനെയും വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. അതുപോലെ തന്നെ അള്ളാഹു പവിത്രമാക്കിയ ഒരു നഫ്സിനെയും ഹക്കിനു വേണ്ടിയല്ലാതെ കൊന്നുകളയുകയില്ല. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയുമില്ല. 3 തിന്മകൾ അള്ളാഹുവോട് എടുത്തു പറഞ്ഞു. ഇത് 3ഉം അവർ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. തിന്മകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന 3 തിന്മകളാണിത്. അതിലേറ്റവും ഒന്നാമത്തത് ഏതാ?
അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല എന്നാണ്. ഷിർക്ക് അവർ ചെയ്യുകയില്ല എന്നാണ്. അതിനുശേഷമാണ് അള്ളാഹു കൊലപാതകവും വ്യഭിചാരവും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അത്ര ഗുരുതരമായ അപകടമായി കൊണ്ടാണ് അള്ളാഹു ഷിർക്കിനെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഷിർക്ക് എന്നത് സഹോദരങ്ങളെ നമ്മെ ഇഹലോകത്തും പരലോകത്തും നശിപ്പിച്ചു കളയും. വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാ. അള്ളാഹു പറഞ്ഞില്ലേ, ആരാണോ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അവൻ ആകാശത്ത് നിന്ന് താഴേക്ക് വീണവനെ പോലെയാണ്. ഒന്നല്ലെങ്കിൽ പക്ഷികൾ അവനെ റാഞ്ചിയെടുക്കും, അതല്ലെങ്കിൽ കാറ്റ് അവനെ വിദൂരമായ വല്ല വിജനപ്രദേശത്തും കൊണ്ടുപോയി തള്ളും. എത്ര സത്യമാണ്! ഷിർക്ക് ചെയ്യുന്ന ഒരാളുടെ അവസ്ഥ ഇതാണ്. അയാൾക്ക് നിർഭയത്വം ഉണ്ടാവുകയില്ല, സമാധാനം ഉണ്ടാവുകയില്ല, ശാന്തി ഉണ്ടാവുകയില്ല, ആശ്വാസമുണ്ടാവുകയില്ല. കാരണം അള്ളാഹുവെ എന്ന് വിളിക്കേണ്ടതിന് പകരം അള്ളാഹു അല്ലാത്തവരെ വിളിച്ചാൽ എങ്ങനെയാണ് അള്ളാഹു പരിഗണന നൽകുക? എങ്ങനെയാണ് കാര്യങ്ങൾ എളുപ്പമാവുക? അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഷിർക്കിന്റെ അപകടത്തിൽപ്പെട്ടതാണ് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കുചേർക്കപ്പെടുന്നത് ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്തത് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരുപക്ഷെ പുറത്തു കൊടുത്തേക്കും. അതുപോലെ തന്നെ ഷിർക്ക് ചെയ്ത ഒരാൾക്ക് നരകം ശാശ്വതമാണ്, സ്വർഗം ഹറാമാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, തീർച്ചയായും ആരാണോ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത് ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. അയാൾക്ക് സ്വർഗം ഹറാമാണ്, അയാൾക്ക് സ്വർഗം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു, നരകമാണ് അവന്റെ സങ്കേതം, അക്രമികൾക്ക് യാതൊരു സഹായവുമില്ല തന്നെ. അതുപോലെ അല്ലാഹു തആല ഷിർക്ക് ചെയ്യുന്ന ആളുകളെ അക്രമി എന്ന് പറഞ്ഞു. ഈ ആയത്തിൽ വന്നതുപോലെ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, ഏറ്റവും വലിയ അതിക്രമമാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ഷിർക്കാകുന്നു ഏറ്റവും കടുത്ത കഠോരമായ അപരാധം. അതുപോലെ തന്നെ ശാശ്വതനായി നരകത്തിൽ കിടക്കും ഷിർക്ക് ചെയ്ത ഒരാൾ. വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം ലാ യുഖ്ലാ അലൈഹിം ഫയമൂതു. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിനെ നിഷേധിച്ച ഷിർക്ക് ചെയ്ത കാഫിറുകളായ ആളുകൾ അവർ നരകത്തിൽ കിടന്ന് വെന്തെരിയും. അവർ അവിടെ മരിക്കുകയില്ല, മരണം എന്നത് അവിടെയില്ല, എങ്കിൽ അവർക്ക് മരിക്കാമായിരുന്നു. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹ, ആ നരകത്തിൽ അവർക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടുകയുമില്ല, ശിക്ഷ ഇളവ് അവിടെ കൊടുക്കുകയില്ല. കാരണം എന്താ? നരകത്തിൽ ഗിലാദുൻ ഷിദാദ്, പരുഷരും കഠിന ഹൃദയരുമായ മലക്കുകളെയാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. കഠിന ഹൃദയരായിരിക്കും, പരുക്കന്മാരായിരിക്കും, നല്ല ഒരു വർത്തമാനം അവിടെ കേൾക്കുകയില്ല, അട്ടഹാസവും തേങ്ങലുകളും കരച്ചിലുകളും മാത്രമായിരിക്കും. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹ, അവിടെ ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല. കദാലിക നജ്സി കുല്ല കഫൂർ, അള്ളാഹു പറയുന്നു, അപ്രകാരമാണ് ഓരോ നന്ദി കെട്ടവനും നാം പ്രതിഫലം നൽകുക. അള്ളാഹു ദുനിയാവിൽ എല്ലാ സൗകര്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും നൽകി, നബിമാരയച്ചു, കിതാബുകൾ അവതരിപ്പിച്ചു, പ്രബോധകർ വന്നു, പറഞ്ഞു കൊടുക്കാൻ ആളുകൾ വന്നു, എന്നിട്ടും നന്ദികേട് കാണിച്ചു. അതുകൊണ്ട് അപ്രകാരമാണ് ഈ പറഞ്ഞ ഗൗരവപ്പെട്ട ശിക്ഷയാണ് അവർക്കുള്ളത് എന്ന് അള്ളാഹു പറയുകയാണ്. എന്നിട്ട് റബ്ബ് വീണ്ടും പറയുന്നു, വഹും യസ്തരിഖൂന ഫീഹ. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, വഹും യസ്തരിഖൂന ഫീഹ, ആ നരകത്തിൽ വെച്ച് അവർ അട്ടഹസിക്കും, ആർത്തു വിളിക്കും, റബ്ബന അഖ്രിജ്ന നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്യാതെ പോയ, നമ്മൾ ഉപേക്ഷ വരുത്തിയ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒന്ന് ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി പറഞ്ഞയക്കണേ, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ എന്ന് അവർ അട്ടഹസിച്ച് ആർത്ത് വിളിച്ചു പറയുമെന്നാണ്. എന്താണ് അള്ളാഹുവിൻ്റെ മറുപടി? റഹ്മാനും റഹീമുമായ, സൃഷ്ടികളോട് അങ്ങേയറ്റം കാരുണ്യവാനായ, ചോദിച്ചതും അല്ലാത്തതുമായ അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകിയ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്ദികെട്ട ആളുകളോട് പറയുന്ന മറുപടി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ശേഷം നമുക്ക് കാണാം, വഹും യസ്തരിഖൂന ഫീഹാ റബ്ബന അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു,
അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ചിന്തിക്കുന്ന ആളുകളോടൊപ്പം ചിന്തിക്കാൻ, ഉറ്റാലോചിക്കാൻ, നന്നാവാൻ നിങ്ങൾക്ക് നാം ആയുസ് നീട്ടിത്തന്നില്ലയോ? താക്കീതുകാർ, മുന്നറിയിപ്പുകാർ നിങ്ങളിലേക്ക് വന്നില്ലയോ? ഫദൂഖു, അതുകൊണ്ട് തന്നെ നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. അക്രമികളായ ആളുകൾക്ക് ഒരു സഹായിയും ഇല്ല തന്നെ. സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ് ശിർക്ക് എന്നത്. ശിർക്ക് എന്നത് കേവലം സംവാദം നടത്താനുള്ളതല്ല. ഇത് സ്വർഗവും നരകവും വേർതിരിക്കുന്ന കാര്യമാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വെമ്പൽ കൊള്ളുന്ന, അതിന് വാദപ്രതിവാദം നടത്തുന്ന ആളുകൾ ഈ ആയത്തുകൾ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട തിന്മയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ അനേകം സ്ഥലങ്ങളിൽ താക്കീത് ചെയ്ത കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂലുമാർ മുഴുവനും വന്നത് ഇതിനെതിരിൽ പ്രബോധനം ചെയ്യാനാണ്. അള്ളാഹു അവൻ്റെ കിതാബ് അവതരിപ്പിച്ചത് തൗഹീദ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറയാനും, അതുപോലെ അള്ളാഹു അല്ലാത്തവർ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറയാനുമാണ് ആത്യന്തികമായി ആ കിതാബുകൾ അവതരിപ്പിച്ചത്. അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഒന്നാണ്. അതുകൊണ്ടാണ് എല്ലാ നബിമാർക്കും ഈ ദൗത്യമുണ്ടായിരുന്നു. എല്ലാ നബിമാർക്കും അള്ളാഹു വഹി നൽകിയത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതായിരുന്നു. അത് പ്രബോധനം ചെയ്യാനായിരുന്നു, അത് പറയാനായിരുന്നു. സൂറത്തുൽ അറാഫിൽ നമുക്ക് കാണാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വന്നവരാണ് ഇവരെല്ലാവരും. നൂഹ് നബി അലൈഹി സ്വലാമിന് ശേഷം വന്ന പ്രവാചകനാണ് ഹൂദ് അലൈഹിസ്സലാം. അങ്ങനെ ശേഷം വന്ന നബിമാർ പറഞ്ഞ വാക്കുകൾ ഒരേ വാക്കുകളാണ്. യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. എൻ്റെ സമൂഹമേ, എൻ്റെ സമുദായമേ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക, അവനല്ലാത്ത ഒരു ഇലാഹും നിങ്ങൾക്കില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന കാലത്ത് ആദ്യമായി ലോകത്ത് ഷിർക്ക് ഉടലെടുത്ത സമൂഹമായിരുന്നു അവർ. അവരുടെ ഷിർക്ക് ആരംഭിച്ചത് എവിടെ നിന്നാണ് എന്ന് അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്തിൻ്റെ വെളിച്ചത്തിൽ തഫ്സീറുകളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തെ പോലെയുള്ള സഹാബികൾ പറഞ്ഞതായി കാണാം. സൂറത്തു നൂഹിൽ അള്ളാഹു പറഞ്ഞു, അന്ന് ജീവിച്ച നേതാക്കന്മാർ, തലവന്മാർ ജനങ്ങളോട് പറഞ്ഞു, വഖാലു ലാ തദറുന്ന ആലിഹതകും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ ഉപേക്ഷിക്കരുത്. വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്ര, വദ്ദിനെയും സുവാഇനെയും യഗൂസിനെയും യഊഖിനെയും നസ്റിനെയും നിങ്ങൾ ഉപേക്ഷിക്കരുത്. 5 പേരുകൾ ആ ആയത്തിൽ നമുക്ക് കാണാം. ആരാണ് ഈ 5 ആളുകൾ? കല്ലുകളാണോ, മരങ്ങളാണോ, ബിംബങ്ങളാണോ, വിഗ്രഹങ്ങളാണോ? ഒരിക്കലുമല്ല. മറിച്ച് ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീർ നോക്കിയാൽ നമുക്ക് കാണാം. മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീർ നോക്കിയാൽ നമുക്ക് കാണാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്. ഈ 5 പേരുകൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന സമുദായത്തിലെ സാലിഹീങ്ങളായ ആളുകളുടെ പേരുകളാണ്. 5 മഹാന്മാർ, 5 ഔലിയാക്കന്മാർ, അവരുടെ പേരുകളാണ്. അവരെ നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്നാണ് അന്ന് ജീവിച്ച പണ്ഡിത പുരോഹിതന്മാർ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തത്. എന്താണ് അവരിൽ ഉണ്ടായത്? ശേഷം തുടർന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാം, അവർ മരണപ്പെട്ടപ്പോൾ അവരെ ബഹുമാനിച്ചിരുന്ന, ആദരിച്ചിരുന്ന ആളുകൾ അവരുടെ ഖബറിനരികിൽ രൂപങ്ങളുണ്ടാക്കി തിരിച്ചറിയാൻ വേണ്ടി. അവരതിന് ന്യായം പറഞ്ഞത്, ആ ഖബറുകൾ അവരിരുന്ന സ്ഥലം കാണുമ്പോൾ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ കൂടുതൽ ഉന്മേഷമുണ്ടാകും, റബ്ബിനെ ഓർമ്മ വരും. അങ്ങനെ അവർ രൂപമുണ്ടാക്കി ആ ഖബറിനെ സാധാരണ ഗതിയിൽ നിന്നും മാറ്റം വരുത്തി. ആ തലമുറ കഴിഞ്ഞു അടുത്ത അവരുടെ മക്കൾ വന്നപ്പോൾ അവർ ഇവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവരോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ തുടങ്ങി, അവരോട് മഴയ്ക്ക് വേണ്ടി തേടാൻ തുടങ്ങി.
അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു പറഞ്ഞത് ഫഖുൽതു സ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നൂഹ് നബി പറയുകയാണ്, അല്ലാഹുവേ, ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. എങ്കിൽ യുർസിലി സമാഅ അലൈക്കും മിദ്റാറ, അവൻ ആകാശത്ത് നിന്ന് സമൃദ്ധമായി നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു നൽകും. വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, നിങ്ങൾക്ക് സന്താന സൗഭാഗ്യങ്ങൾ അതുപോലെ സമ്പത്ത് ഇതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകും. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് അരുവികളും തോട്ടങ്ങളും നിങ്ങളുടെ കൃഷിയുടെ വർധനവും ഒക്കെ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകും. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, എന്തേ അള്ളാഹുവിനെ നിങ്ങൾക്ക് ഗാംഭീര്യതയില്ലാത്തത്, എന്തേ നിങ്ങൾ അള്ളാഹുവിന് ഗാംഭീര്യത കാണാത്തത് എന്ന് അദ്ദേഹം ചോദിച്ചതായി കാണാം. അപ്പൊ നോക്കൂ, നിങ്ങൾ മഹാന്മാരുടെ ഖബറുകളിൽ നിന്നാണ് സഹോദരങ്ങളെ ശിർക്ക് ലോകത്തേക്ക് ആദ്യമായി കടന്നു വന്നത്. ആദം നബി അലൈഹിസ്സലാം മുതൽ നൂഹ് നബി വരുന്നത് വരെ 10 തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. 10 തലമുറകൾ. അവരെല്ലാവരും തൗഹീദുള്ളവരായിരുന്നു, ശിർക്ക് ചെയ്യാത്തവരായിരുന്നു. ആദ്യമായി ശിർക്ക് ഉടലെടുത്തത് മഹാന്മാരുടെ മക്ബറകളിൽ നിന്നാണ്. ഇന്നും അതാണ് നമ്മൾ കാണുന്നത്. മക്ബറകൾ, ജാറങ്ങൾ. ഇന്ന് നമ്മൾ കേട്ടു ഒരു വാർത്ത, നേർച്ച എന്ന പേരിൽ നടക്കുന്ന പൂരത്തിൽ ആന വിരണ്ടോടിയത്രേ. സാധാരണ ഇത് കേൾക്കാറുള്ളത് ഇതര മതസ്ഥരുടെ ഉത്സവത്തിൽ അതുപോലെയുള്ള പരിപാടികളിലാണ്. ഇത് നേർച്ച എന്ന മഹത്തായ ഒരു ഇബാദത്തിനെ ഇതര മതസ്ഥരുടെ ആചാരം കടമെടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവരികയും എന്നിട്ട് ആനയും അമ്പാരിയും പൂരവും അതുപോലെയുള്ളതും നടത്തുകയും എന്നിട്ട് അവിടെ ആന വിരണ്ടോടുകയും ചെയ്തിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയാണ് ശിർക്ക് ഓരോ കാലഘട്ടത്തിലും ജനങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. എത്രയാണെന്ന് നമ്മൾ കാണുന്നത്. പൊങ്ങി നിൽക്കുന്ന ഓരോ ജാറങ്ങളും അതിന് സാക്ഷികളാണ്. ഓരോ ജാറങ്ങളും. അവിടെ എന്താണ് സംഭവിക്കുന്നത്? മഖബറകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ പറഞ്ഞത് സിയാറത്ത് ചെയ്യാനാണ്. അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. നമുക്ക് മരണചിന്ത വരാൻ അത് സുന്നത്താണ്, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതാണ്. എന്നാൽ അതിൻ്റെ പേരിൽ നടക്കുന്നത് എന്താണ്? ജോലി കിട്ടാൻ, പ്രയാസം നീങ്ങാൻ, രോഗം മാറാൻ, വിഷമം മാറാൻ, അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ്. ഇപ്പം ഈ വിരണ്ടോടിയ അവിടെയുള്ള ആ നേർച്ച എന്തിനാണ്? സാധുക്കളായ ആളുകൾ അവിടെ പോയിട്ടുണ്ടാവുക. ഒരുപാട് രോഗികളുണ്ടാവും, ജോലി കിട്ടാത്ത ആളുകളുണ്ടാവും, പ്രയാസമുള്ള ആളുകളുണ്ടാവും, വിഷമമുള്ള ആളുകളുണ്ടാവും. സഹോദരങ്ങളെ, ഗൗരവമാണ് ഈ പറഞ്ഞ തിന്മ. അതിലൂടെ അവർ ശിർക്കിലേക്ക് അധപ്പതിക്കുകയാണ്. നേർച്ച നോക്കൂ, നേർച്ച ഇബാദത്താണ്. ആ നേർച്ച ഈ പറഞ്ഞ രൂപത്തിൽ നടത്താൻ ആരാണ് പഠിപ്പിച്ചു കൊടുത്തത്? എന്തൊരു സാദൃശ്യമാണ് ഇതര സമൂഹവുമായി, ഇതര സമുദായവുമായി. ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി മറ്റുള്ള സമൂഹത്തെ നിങ്ങൾ പിന്തുടരും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എത്ര സത്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അക്ബറുൽ കബായിർ, ഏറ്റവും വലിയ പാപമായ ശിർക്ക്, അത് വളരെ ഗൗരവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മുസ്ലിമീങ്ങളിൽ അധിക പേരും അറിഞ്ഞും അറിയാതെയും വഞ്ചിക്കപ്പെട്ടുകൊണ്ട് പണ്ഡിത പുരോഹിതന്മാരുടെ വ്യാജ വാർത്തകൾ, വർത്തമാനങ്ങൾ കേട്ട് അതിൽ വഞ്ചിതരായിരിക്കുകയാണ്. അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും മുസ്ലിം സമുദായത്തെയും ഇത്തരം തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു മുസ്ലിമീങ്ങളാക്കി മുഅ്മിനീങ്ങളാക്കി നമ്മെ ജീവിപ്പിച്ചു മരിപ്പിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി അടുത്ത ദർസിൽ വായിക്കാം. والله تعالى أعلى وأعلم وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.